ദൈവത്തിൻ്റെ വചനങ്ങളും നമ്മുടെ ദൈവത്തെയും നമ്മൾ എങ്ങനെയാണ് അനുസരിക്കേണ്ടത്? ഏകാഗ്രതയോടെ അനുസരിക്കണം. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സും ചിന്തകളും. നമ്മുടെ ചിന്തകൾ അലഞ്ഞു തിരിയുന്നൊരവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ അനുസരിക്കാൻ കഴിയില്ല. അതാണ് ഈ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നീ ഏകാഗ്രതയോടെ എൻ്റെ വചനങ്ങളെ അനുസരിക്കണം. അപ്പോൾ ഏകാഗ്രത നമുക്കുണ്ടാകണം. ഇപ്പോൾ തന്നെ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ചിന്തകളിലേക്ക് പോകാം. ചിലപ്പോൾ നമ്മിൽ പലരും വേറെ ചിന്തകളിലേക്ക് പോകുന്നുണ്ടാകും. പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും കറി, ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ മറ്റ് ചിന്ത ഇടക്ക് വന്ന് കയറുമ്പോൾ സംഭവിക്കുന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം അത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. എന്തോ ചില ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഏകാഗ്രത നഷ്ടപ്പെട്ടപ്പോൾ, കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടപ്പോൾ സംഭവിച്ചെന്താണ്? ദൈവദാസനിലൂടെ അത്രയും ആ 1 മിനിറ്റ് നേരെ പറഞ്ഞ കാര്യങ്ങൾ ബ്ലാങ്കായി പോയി. അപ്പോൾ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? വേറൊരു ചിന്തകളും നമുക്കുണ്ടാകരുത്. നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ സാത്താൻ കൊണ്ടുവരും. നെഗറ്റീവായ ചിന്തകൾ സാത്താൻ കൊണ്ടുവരും. എങ്ങനെയെങ്കിലും നമ്മൾ ഈ വചനം ശ്രദ്ധിക്കാതിരിപ്പിക്കാൻ വേണ്ടിയാണ് സാത്താന്റെ മുഴുവൻ ശ്രമവും. നമ്മൾ വചനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ രക്ഷപ്പെടരുത്. മനുഷ്യൻ രക്ഷപ്പെടരുത്. വചനത്തിലൂടെ അവൻ രക്ഷപ്പെടരുത്. അവ അനുസരിക്കാതിരിക്കുവാൻ വേണ്ടി എന്ത് കളികളും പിശാച് ചെയ്തുകൊണ്ടിരിക്കും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി. ഇപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിജ്ഞാനം. ആ പരിജ്ഞാനത്തിന് നേരെ ഓപ്പോസിറ്റായി വിരോധമായി നിൽക്കുന്ന നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങളും ചിന്തകളും നാം അതെന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. യേശുവിനോടുള്ള അനുസരണത്തോടുള്ള ബന്ധത്തിൽ യേശുവിന് വിരോധമായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ ചിന്തകളിൽ പൊങ്ങി വരുന്ന കുറെ സങ്കല്പങ്ങളുണ്ട്, കുറെ അനാവശ്യമായ ചിന്തകളുണ്ട്. അത് ഞാൻ തന്നെ പിടിച്ചടക്കണം. എൻ്റെ മനസ്സിൽ വരുന്ന ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളും ചിന്തകളും ഞാൻ അത് സ്വയം പിടിച്ചടക്കണം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യണം. അവിടെയാണ് ശാശ്വതമായ അനുഗ്രഹം ഉണ്ടാകുന്നത്. അവിടെയാണ് യഥാർത്ഥ വിടുതൽ ഉണ്ടാകുന്നത്. അവിടെയാണ് യഥാർത്ഥ സൗഖ്യം വ്യാപരിക്കുന്നത്. അങ്ങനെ ഏകാഗ്രതയോടുകൂടി ആരെല്ലാം വചനത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടോ, അനുസരിച്ചിട്ടുണ്ടോ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ ബൈബിളിലെ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ പറയുന്ന ചരിത്രങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം സുവിശേഷ വേലയുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ് തടഞ്ഞു. മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഒരു സ്ഥലത്തേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആത്മാവ് തടഞ്ഞു. അന്ന് രാത്രിയിൽ അദ്ദേഹം ഒരു ദർശനം കണ്ടു. മാസിഡോണിയക്കാരനായ, മാസിഡോണിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂറോപ്പിലൊരു രാജ്യമാണ്. മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ ദർശനത്തിൽ വെളിപ്പെട്ടിട്ട് പൗലോസിനോട് പറഞ്ഞു, ഞങ്ങളെ വന്ന് സഹായിക്കാൻ പറഞ്ഞു.
പൗലോസ് ആദ്യം തൻ്റെ സ്വന്തം തീരുമാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ യേശുവിൻ്റെ ആത്മാവ് തടഞ്ഞപ്പോൾ അയാൾ ചിന്തിക്കാൻ തുടങ്ങി, സമർപ്പിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദർശനം കൊടുത്തു. അതാണ് മാസിഡോണിയൻ കോളിംഗ് എന്ന് പറയുന്നത്. അതിന് മനസ്സിലായി, ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തല്ല സുവിശേഷ വേല. എൻ്റെ പ്രവർത്തനം, എന്നെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. ഈ മനുഷ്യൻ ബാക്കിയെല്ലാം മാറ്റിവെച്ച്, കാരണം യൂറോപ്പിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല. മഹാകടലിലൂടെ യാത്ര ചെയ്താണ് ഇവിടെ ചെല്ലേണ്ടത്. അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. ഇദ്ദേഹം പോയി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി എന്ന് പറഞ്ഞാൽ ലുദിയാണ്. രക്താംബരം വിൽക്കുന്ന ജോലി ചെയ്യുന്ന, കാരണം അവളൊരു ബിസിനസ്സുകാരിയാണ്. അതായത് രക്താംബരം കൊണ്ട് നല്ല പട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന വലിയ ഒരു ബിസിനസിന്റെ അധിപതിയാണ് സ്ത്രീ. ആ സ്ത്രീകളും കുറെ സ്ത്രീകളൊക്കെ പുഴവക്കത്ത് നിൽക്കുമ്പോൾ പൗലോസ് അവരോട് പ്രസംഗിച്ചു. കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കേണ്ടതിന് ദൈവം ലുദിയായുടെ ഹൃദയത്തെ തുറന്നു. അവൾ ആ വചനം ഏറ്റെടുത്തു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവള് അപ്പോസ്തലന്മാരെ തൻ്റെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചു. അങ്ങനെ യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി ഉടലെടുക്കപ്പെടുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ഏകാഗ്രതയോടെ പൗലോസ് ദൈവത്തെ അനുസരിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ് ഇന്ന് യൂറോപ്പിൽ നമ്മൾ കാണുന്നത്. നാം എങ്ങനെ ദൈവത്തെ അനുസരിക്കണം? ഏകാഗ്രതയോടെ.